ശമ്പളം നൽകി. ഓണത്തിന് പോലും ശമ്പളമില്ല. എല്ലാ മാസവും 1-ാം തീയതി ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചു തുടങ്ങി. എല്ലാ മാസവും ശമ്പളം നൽകാൻ സർക്കാർ 50 കോടി രൂപയാണ് KSRTCക്ക് നൽകുന്നത്. സർക്കാർ പണം നൽകാൻ വൈകിയാൽ ശമ്പളവും വൈകും. ഇതിനും പരിഹാരമായി. സർക്കാർ സഹായം വൈകിയാലും ജീവനക്കാർക്ക് എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം ലഭിക്കും. അതുപോലെ പെൻഷൻ ഒറ്റയിലൂടെ 1-ാം തീയതി അല്ലെങ്കിൽ ലാസ്റ്റ് 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ സർക്കാർ കഴിയുന്നുണ്ട്. അതുപോലെ പെൻഷൻ ആനുകൂല്യങ്ങൾ വളരെയധികം 2023, 2024 പെൻഷൻ ആനുകൂല്യം 23 മുതൽ 24 ഞാൻ ബിജുളർ വള്ളനട. ഇപ്പോഴത്തെ KSRTC വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാർ വന്നതിന് ശേഷം KSRTC ജീവനക്കാർക്ക് പൂക്കാലമാണ്. UDF വരാതെ നോക്കുക. UDF വന്നാൽ എല്ലാ പൂവും പൊഴിഞ്ഞു പോകും. അതിന് യാതൊരു മാറ്റവുമില്ല. ഗതാഗത മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ വാക്കുകൾ കടമെടുത്താൻ KSRTC തനിയെ നിന്നു പോകുന്ന ഞാൻ എല്ലാ തരത്തിലും പറഞ്ഞത് നല്ല പ്രതിസന്ധിയാണ്. ഇതിനൊരു പരിഹാരം ഇല്ലെങ്കിൽ തനിയെ നിന്നുണ്ടാവും. ആരും ചെലവ് കത്തിയല്ല. ദിവസം 50 ലക്ഷമാണ് അധികം വേണ്ടത്. മാസം അപ്പോൾ എത്രയായി 15 കോടി. ഇപ്പൊ മാസം നഷ്ടം 75 കോടി. ഇതിനൊരു പരിഹാരം കാണിക്കുന്നെങ്കിൽ വിയോജനമാക്കാൻ കാറ്റില്ലാതെ. ഇത് അന്നത്തെ ഭരണകാലത്തുള്ള മന്ത്രിമാരുടെ വാചകോടിയാണ്. UDF ഭരണകാലത്തുള്ള ഷെഡ്യൂളുകൾ ഒന്നൊന്നായി വെട്ടിക്കുറച്ചു. അതായത് ഡീസലില്ല. കമ്പി കുത്തി ഇറക്കി നോക്കുന്നു ഡീസൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അന്നത്തെ ഭരണം എങ്ങനെയുണ്ട്, ഇന്നത്തെ ഭരണം എങ്ങനെയുണ്ട്? ഇന്നത്തെ ഭരണത്തിലെ കൈ കൊടുക്കി മക്കളെ, കൈ കൊടുക്കി. സന്തോഷത്തോടെ സമാധാനത്തോടെ വാഹനം ഓടിക്കൂ. എല്ലാ 1-ാം തീയതി ശമ്പളവും ഓണത്തിന് ബോണസും സന്തോഷത്തോടെ വാങ്ങിക്കൂ. ഭാര്യ മക്കളുമായിട്ട് ആഘോഷിക്കൂ.